ശരിയായ തീരുമാനമെടുക്കാൻ പ്രാപ്തരാക്കുകയാണ് അധ്യാപകരുടെ ധർമ്മം. അവരുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കും ഇല്ല. എന്നിരുന്നാലും ചില വിദ്യാർത്ഥികൾ തെറ്റായ വഴിയിലൂടെ പോകുന്നത് കാണുമ്പോൾ മനസ്സൊന്ന് പെടയും. ഗിരിയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട് മോളെ. മാഷ് പറഞ്ഞതൊക്കെ ശരിയാ. ഗോപാലൻ എത്രമാത്രം ദുഷ്ടനാണെന്ന് മാഷിന് എന്നെ മനസ്സിലായി കാണുമല്ലോ. മാഷിനെ സഹായിക്കാൻ ഗിരിയൻ ആവുന്നത്ര ശ്രമിച്ചതാ. പക്ഷേ ഗോപാലൻ സമ്മതിച്ചില്ല. എന്നിട്ടും ഗിരിയൻ അയാൾക്ക് വേണ്ടി എന്തിനാ ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, നിങ്ങളൊക്കെ ഗിരിയെ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പഠിപ്പിച്ചതിൽ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഗിരി. അവൻ പഠിച്ച് വലിയ നിലയിൽ എത്തേണ്ടവനായിരുന്നു. പക്ഷേ അവന്റെ അച്ഛന്റെ മരണം ഗിരിയെ ആകെ തകർത്തു കളഞ്ഞു. സ്കൂളിലും നാട്ടിലുമെല്ലാം അവൻ നേരിടേണ്ടി വന്ന അപമാനവും ഉപദ്രവവും മോക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ആ ചെറുപ്രായത്തില് എല്ലാം നഷ്ടപ്പെട്ട അവന് അന്ന് താങ്ങായി വന്നത് ഗോപാലനാണ്. ശരിയും തെറ്റും എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആ പ്രായത്തില് അവന് നേരെ നീട്ടിയ കയ്യെ അവൻ പിടിച്ചു. അന്ന് അവനെ സഹായിച്ചതിന്റെ നന്ദിയാണ് ഇത്രയും കാലം അവൻ ഗോപാലനോട് കാണിച്ചത്. പക്ഷേ അവൻ പതുക്കെ അവന്റെ നാശത്തിലേക്ക് തന്നെ പോകുകയാണെന്ന് ഗിരി മനസ്സിലാക്കുന്നില്ല. ഗോപാലനെ പോലെയുള്ളവർ അവരെ വിശ്വസിക്കുന്നവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയേ ഉള്ളൂ. ഗിരി നല്ല മനസ്സുള്ളവനാ മോളെ. അവനെ ഗോപാലന്റെ വലയിൽപ്പെട്ടു പോകാൻ സമ്മതിക്കരുത്. ഇത് നിന്റെ മാത്രമല്ല, നിന്റെ കുഞ്ഞിന്റെ ഭാവിയെ ഇത് ബാധിക്കും. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല മാഷേ. ഗിരിയേട്ടൻ ഗോപാലിനെ അന്ധമായിട്ടാ വിശ്വസിക്കുന്നേ. അയാൾ എന്ത് തെറ്റ് ചെയ്താലും ഗിരിയേട്ടൻ കണ്ണടച്ചു വിടും. ഗിരിയേട്ടൻ ഒരിക്കലും ഗോപാലിന്റെ ദുരുദ്ദേശം മനസ്സിലാക്കില്ലെന്നാ